VCC നിന്ന് ഒരു കണക്ഷൻ എടുക്കുക, 5 വോൾട്ടിലേക്ക് കൊടുക്കുക. ഇത് ഇവിടെ കണ്ടോ, VCC നിന്ന് കണക്ഷൻ എടുക്കുക, 5 വോൾട്ടിലേക്ക് കണക്ഷൻ എടുക്കുക. ഹായ് ഗൈസ്, വെൽക്കം ടു ടെക്കിബോയ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ എങ്ങനെ നമുക്ക് സ്പീക്കർ വിത്ത് ബ്ലൂടൂത്ത് ആയിട്ട് നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ആദ്യം വലിയ പൈസ ഇട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു 300, 350, 400 രൂപ നമുക്ക് ഹെൽമെറ്റിനുള്ളിൽ നല്ല അടിപൊളിയായിട്ട് സ്പീക്കറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഹെൽമെറ്റിൽ സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ 5 വാട്ട്സിൻ്റെ 2 സ്പീക്കർ, പിന്നെ ഒരു ബ്ലൂടൂത്തിൻ്റെ മൊഡ്യൂള്, പിന്നെ 5 വാട്ട്സിൻ്റെ ഒരു ആംബ് ബോർഡ്, പിന്നെ ഒരു 5 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി, പിന്നെ 2 ഫീമെയിലും മെയിലും കണക്ടർ, അത്രയും, പിന്നെ വയറും. ഇത് മാത്രമാണ് നമുക്ക് വേണ്ടത്. ഇതിൻ്റെ വയറും പ്രൈസും കാര്യങ്ങളൊക്കെ ടോട്ടൽ എനിക്ക് വന്നത് 350 രൂപേൻ്റെ ഉള്ളിലാണ് വന്നത്. അപ്പോൾ നമുക്ക് 350 രൂപേൻ്റെ ഉള്ളിൽ ജസ്റ്റ് ചെറുതായിട്ട് നമുക്ക് നമ്മളെ ഹെൽമെറ്റിനുള്ള അത്യാവശ്യം നല്ലൊരു സ്പീക്കർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാം. ഇതാണ് നമ്മളെ സർക്യൂട്ട് മാപ്പ്. നമ്മൾ ആംപ്ലിഫയറിൻ്റെ ബോർഡിൽ നിന്നും ബ്ലൂടൂത്തിലേക്കുള്ള കണക്ഷൻ എടുക്കാനുള്ളതിൻ്റെ സർക്യൂട്ട് മാപ്പാണ് ഇത്. ഇപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഈ VCC എന്ന് വെച്ചാൽ നമ്മളെ 5 വോൾട്ടാണ് വരുന്നത്, അതായത് ബാറ്ററീൻ്റെ പോസിറ്റീവ്. അത് VCC നിന്ന് ഇവിടെ നിന്ന് കണക്ഷൻ എടുക്കുക. പിന്നെ ഇതോ ഇവിടെ ഉണ്ട് 5 വോൾട്ട് എന്ന് പറഞ്ഞ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ആ VCC നിന്ന് ഒരു കണക്ഷൻ എടുക്കുക, 5 വോൾട്ടിലേക്ക് കൊടുക്കുക. ഇത് ഇവിടെ കണ്ടോ, VCC നിന്ന് കണക്ഷൻ എടുക്കുക, 5 വോൾട്ടിലേക്ക് കണക്ഷൻ എടുക്കുക. പിന്നെ ഗ്രൗണ്ട് GND, ഗ്രൗണ്ടിൽ നിന്ന് ഒരു കണക്ഷൻ എടുക്കുക. ഇത് ഇപ്പം ഗ്രൗണ്ടിലേക്ക് കണക്ഷൻ കൊടുക്കുക. പിന്നെ വരുന്നത് ലെഫ്റ്റ് L ഔട്ട് ഇതോ ലെഫ്റ്റ് കൊടുക്കുക. പിന്നെ ഗ്രൗണ്ട് ഗ്രൗണ്ട്, പിന്നെ ഗ്രൗണ്ട് അവിടെ നിന്ന് നേരെ ഗ്രൗണ്ട് എടുക്കുക, ഇവിടെ Tയിലേക്ക് കൊടുക്കുക. പിന്നെ R ഔട്ട്, റൈറ്റ് സ്പീക്കർ ഔട്ട് ഇവിടെ Rലേക്ക് കൊടുക്കുക. ഇതാണ് നമ്മളെ കണക്ഷൻ വരുന്നത്. ബാറ്ററിയിൽ നിന്ന് നേരെ ഇതിലേക്ക് കണക്ഷൻ കൊടുക്കുക, എന്നിട്ട് ഇതിൽ നിന്ന് ബാറ്ററിക്ക് കണക്ഷൻ എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് കൊടുക്കുക. പിന്നെ സ്പീക്കറിൻ്റെത് നമ്മൾ ഓഡിയോ ഇതിൻ്റെ അകത്ത് കിട്ടിക്കഴിഞ്ഞാൽ സ്പീക്കർ ഇതിൻ്റെ അകത്ത് നിന്ന് ഓഡിയോ ഔട്ടും നേരെ ആംബിലെ ബോർഡിലേക്ക്. പിന്നെ ഇത് ഇന്ന് വരുന്നത് ഔട്ട് സൈഡ്, ഔട്ട് വരുന്നത് ഈ ഭാഗമാണ്, അതായത് സ്പീക്കർ റൈറ്റും സ്പീക്കർ ലെഫ്റ്റും. ഓക്കെ, നമുക്ക് ചെയ്യണം നോക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ. ഗൈസ്, നമ്മളിവിടെ വയർ അതിൻ്റെ മീതെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. നമ്മൾ അതിൻ്റെ അകത്ത് സോൾഡറിങ് ആയിട്ടുണ്ട്. നമുക്ക് ഇപ്പോഴത്തെ പോർഷനിൽ ബ്ലൂടൂത്തിൻ്റെ ഓഡിയോ ഒന്ന് കണക്ഷൻ കൊടുക്കാം. നമ്മൾ ഓഡിയോ ലെഫ്റ്റ് എടുത്തിട്ട് ഓഡിയോ ലെഫ്റ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് സോൾഡർ ചെയ്യാം. അവിടെ സോൾഡർ ആയിട്ടുണ്ട്. നമുക്ക് അടുത്തത് ഗ്രൗണ്ടിൻ്റെ കണക്ഷൻ നമുക്ക് ഇതിലോട്ടേക്ക് കൊടുക്കാം. നമുക്ക് ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഓഡിയോ റൈറ്റ് എടുത്തിട്ട് റൈറ്റിൽ കണക്ഷൻ കൊടുക്കാം. നമ്മൾ ഓഡിയോ റൈറ്റ് ഇങ്ങോട്ടേക്ക് കയറ്റിയിട്ട് സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതും കൂടി ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ബ്ലൂടൂത്ത് മൊഡ്യൂളിൽ നിന്ന് ഓഡിയോ ബോർഡിലേക്കുള്ള നമ്മൾ ഓഡിയോ കണക്ഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററീൻ്റെ കണക്ഷൻ കൊടുക്കണം ഓഡിയോ ബോർഡ് ബ്ലൂടൂത്ത് മൊഡ്യൂളിലേക്ക്. VCC 5 വാട്ട്സ് പോസിറ്റീവ്, VCC 5 വാട്ട് പോസിറ്റീവിൽ നമ്മൾ റെഡ് വയർ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് സോൾഡർ ചെയ്യാം. ഇപ്പോൾ നമ്മളെ ബ്ലൂടൂത്തിൽ നിന്നുള്ള എല്ലാ കണക്ഷനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കൊടുക്കാനുള്ള നോക്കാം. ഗ്രൗണ്ട് നമുക്ക് നേരെ കണക്ഷൻ കൊടുക്കുന്നത് ഇങ്ങോട്ടേക്കാണ്. ഗ്രൗണ്ടിലേക്ക് കണക്ഷൻ കൊടുക്കാം. ഇവിടെ ഗ്രൗണ്ടിലേക്ക് സോൾഡറിങ് ആയിട്ടുണ്ട്. നമുക്ക് ബാറ്ററീൻ്റെ കണക്ഷൻ വരുന്ന ഗ്രൗണ്ടിലേക്ക് വയർ കൊടുക്കാം. നമ്മുടെ ബ്ലൂടൂത്ത് മൊഡ്യൂളിൽ നിന്നും പോസിറ്റീവിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്തിട്ട് നമ്മളെ 5 വാട്ട്സിൻ്റെ ആംബ് ബോർഡിലേക്ക് നമ്മൾ പോസിറ്റീവ് 5 വാട്ട്സിലേക്ക് കൊടുക്കണതാണ്.
ബ്ലൂടൂത്ത് മൊഡ്യൂളിൽ നിന്ന് ആംപ്ലിഫയർ ബോർഡിലേക്കുള്ള കണക്ഷനും ബ്ലൂടൂത്ത് മൊഡ്യൂളിൽ നിന്ന് ബാറ്ററിയിലേക്കുള്ള കണക്ഷനിലുള്ള പ്ലഗും പിന്നെ ബാറ്ററിയിൽ നിന്ന് ബ്ലൂടൂത്ത് മൊഡ്യൂളിൽ നിന്ന് ഓഡിയോ ബോർഡിലേക്കുള്ള പവറിൻ്റെ കണക്ഷനും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അടുത്ത ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്പീക്കറിൻ്റെ 2 സ്പീക്കർ 5 വാട്ട്സിൻ്റെ 8 ohmsൽ വർക്ക് ചെയ്യുന്ന 2 സ്പീക്കറിൻ്റെ കണക്ഷൻ നമുക്ക് ഓഡിയോ ബോർഡിൽ നിന്ന് നമുക്ക് കണക്ഷൻ എടുക്കണം. നമ്മളിവിടെ റൈറ്റ് സൈഡ് സ്പീക്കറിൻ്റെ പോസിറ്റീവും നെഗറ്റീവും നമ്മൾ വയർ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് സോൾഡർ ചെയ്യാം. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡ് സ്പീക്കറിൻ്റെ വയർ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് കൊടുക്കാം. പോസിറ്റീവ് നമുക്ക് ആദ്യം വെക്കാം. അതൊന്ന് സോൾഡർ ചെയ്യാം. അതിനുശേഷം നെഗറ്റീവ് കൊടുക്കാം. അതൊന്ന് സോൾഡർ ചെയ്യാം. അപ്പോൾ നമ്മളെ 2 സൈഡും സ്പീക്കറിൻ്റെ ബോർഡിൽ നിന്നുള്ള കണക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്പീക്കറിലോട്ട് ഇനി കണക്ഷൻ കൊടുക്കാം. ഇതോ ചുവപ്പും ഓറഞ്ചും ഇതോ ഇവിടെ നോക്കണമെങ്കിൽ റൈറ്റ് സൈഡും കറുപ്പും ക്രീം കളറും വരുന്നത് ലെഫ്റ്റ് സൈഡുമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം റൈറ്റ് സൈഡ് സ്പീക്കർ നമുക്ക് സോൾഡർ ചെയ്യാം. ചുവപ്പ് വരുന്നത് പോസിറ്റീവിലും ഓറഞ്ച് വരുന്നത് നെഗറ്റീവിലാണ് വരുന്നത്. അപ്പോൾ നമുക്കത് നോക്കിയിട്ടൊന്ന് സോൾഡർ ചെയ്യാം. നമ്മളിവിടെ പോസിറ്റീവ് കൊടുത്തു. ഇനി നെഗറ്റീവും കൊടുക്കാം. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡ് സ്പീക്കറിൻ്റെ കണക്ഷൻ കൊടുക്കാം. ബ്ലാക്ക് വരുന്നത് പോസിറ്റീവും ക്രീം കളർ വരുന്നത് നെഗറ്റീവുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം പോസിറ്റീവ് സോൾവ് ചെയ്യാം. ഇനി നമുക്ക് നെഗറ്റീവ് സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ള ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പാണ്. ഇതാ ഹുവായിൻ്റെ ബാറ്ററിയാണ്. 1800 mAh ആണ് ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. 4.2 വാട്ട്സാണ് വരുന്നത്. പിന്നെ നമുക്ക് ബാറ്ററി വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ക്ലിപ്പായിട്ടാണ് വരിക. നമുക്ക് ആ ക്ലിപ്പ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഈ മഞ്ഞ വയർ വരുന്നതെന്ന് വെച്ചാൽ ഗ്രൗണ്ടാണ്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ബോർഡിലേക്ക് സപ്ലൈ കൊടുക്കുമ്പോൾ ഗ്രൗണ്ടിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് ഗ്രൗണ്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളയാം. റെഡ് പോസിറ്റീവും ബ്ലാക്ക് നെഗറ്റീവും ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ ഓഡിയോ ബ്ലൂടൂത്ത് ബോർഡിലേക്ക് നമ്മൾ മെയിൽ അഡാപ്റ്റർ കൊടുത്തായിരുന്നില്ലേ, അപ്പോൾ നമുക്ക് ഫീമെയിൽ അഡാപ്റ്ററാണ് ഇനി ബാറ്ററി ഒന്ന് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ബ്ലാക്കും വയർ തമ്മിൽ പിരിച്ചിടാം. അതിനുശേഷം റെഡ് വയർ നമുക്കൊന്ന് പിരിച്ചിടാം. ഇത് പിരിച്ചിട്ടുണ്ട്, ടൈറ്റായിട്ട് പിരിച്ചിടാം. പിരിച്ചിട്ടതിന് ശേഷം നമുക്കതൊന്ന് ലഡൊന്ന് സോൾഡർ ചെയ്ത് വെച്ചേക്കാം. അതിൻ്റെ വയർ വിട്ടു പോകാണ്ടിരിക്കാൻ ഒരു ടച്ചാണ് കൊടുത്തേക്കാം. എനിക്ക് ഈ സോൾഡറിങ് ഒന്നും വലിയ വശമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതിൻ്റെതായ ഫോൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് കമൻറ്റിലൊന്ന് സൂചിപ്പിച്ചേക്കാം. എങ്ങനെ വെച്ചാൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന്, നമ്മൾ എങ്ങനെ സോൾഡർ കറക്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാലും ഒന്ന് തെറ്റുണ്ടെങ്കിൽ എന്തോ പറഞ്ഞു തന്നാൽ മതി. എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ 2-3 പ്രാവശ്യം സോൾഡറിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ നേരെ വീഡിയോ ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് നിങ്ങൾ മുമ്പിൽ കുറച്ചൊരു ധൈര്യം വെച്ചിട്ട് വന്നത്. എനിക്ക് കറക്റ്റ് സോൾഡറിങ് ഒന്നും അറിയില്ല. അപ്പോൾ അതിൻ്റെതായ ഫോൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിലോട്ടേക്ക് പ്ലഗ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. കൊടുത്തു നോക്കാം. കൊടുത്ത് ചെയ്താൽ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും. വർക്ക് ചെയ്താൽ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും. വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യില്ല. നമുക്ക് ബാറ്ററിയിൽ നിന്ന് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. സ്പീക്കറിൽ നിന്ന് 2-3 ഒച്ചയൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണേൽ ഒന്നും കൂടി ഒന്ന് കണക്ഷൻ ഊരിയിട്ട് ഒന്ന് കാണിച്ചു തരാം. എന്തോ നമ്മൾ ബാറ്ററിയിൽ നിന്ന് കണക്ഷൻ എന്തോ ഊരിയിട്ടുണ്ട്. ഇപ്പോൾ കൊടുക്കാൻ പോണെയാണ്. കണ്ടോ? അപ്പോൾ ഭാഗ്യമുണ്ട്, നമ്മൾ 2 സ്പീക്കറും വർക്കായിട്ടുണ്ട്. പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് മൊബൈലിൽ എങ്ങനെ ഒന്ന് പെയർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ബ്ലൂടൂത്ത് എടുക്കാം, ബ്ലൂടൂത്ത് ഓണാക്കാം. സെറ്റിങ്സിൽ പോയിട്ട്
നമുക്ക് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. 3.0 BT എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. സെർച്ച് ചെയ്തപ്പോൾ തന്നെ നമുക്കതൊന്ന് പെയർ ചെയ്യാം. കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു പാട്ട് പ്ലേ ചെയ്ത് നോക്കാം. നമുക്ക് എൻസെൻസിൻ്റെ ഒരു പാട്ട് വെച്ച് നോക്കാം. ഇപ്പോൾ ഗൈസ് നമുക്ക് നല്ല മൈക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്പീക്കറിൻ്റെ ബേസ് ഉണ്ട്, പക്ഷെ അത് ഹെൽമെറ്റിൽ കുറച്ചൊന്ന് കുറവാണ്. നമ്മുടെ സ്പീക്കറിൻ്റെ ഒരു പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ സ്പീക്കറിന് ഉണ്ടാവുന്നത്. അപ്പോൾ ബേസ് ഉണ്ട്, അത്യാവശ്യം സൗണ്ട് കൂടുതലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഷോപ്പിൽ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് ഒരു സ്പീക്കറിൻ്റെ ഒക്കെ ആംബൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ വിളിച്ചപ്പോൾ പറഞ്ഞ അവരെന്തോ ഒരു സംഭവം വെച്ചിട്ട് സൗണ്ട് കുറച്ച് തരാമെന്നാണ് പറഞ്ഞത്. അതുപോലെ 2 രൂപേൻ്റെ എന്തോ ഒരു റെസിസ്റ്ററോ അങ്ങനെ അടിക്കാൻ പറഞ്ഞിട്ട് ഒരു സംഭവമാണ് അത് വെച്ചിട്ട് കുറച്ച് തരാമെന്ന് പറഞ്ഞത്. അതൊന്നും വലിയ വിഷയമൊന്നുമല്ല. ഇതിപ്പോൾ വലിയ ഇതൊന്നുമില്ല. ഇപ്പോൾ ഫുൾ സൗണ്ടിൽ വെച്ചിട്ടുള്ള സൗണ്ടാണ് ഇപ്പോൾ കേൾപ്പിച്ചത്. അതൊന്ന് കുറച്ചൊന്ന് പകുതിൻ്റെ താഴോട്ട് വെച്ചാൽ നമുക്ക് ഹെൽമെറ്റിൽ സാധാരണ ഹെഡ്സെറ്റിൽ എങ്ങനെ പാട്ട് കേൾക്കണം അതേപോലെ പകുതിൻ്റെ താഴേക്ക് നമ്മളെ വോളിയം വെച്ച് കഴിഞ്ഞാൽ ആ ഹെഡ്സെറ്റിൻ്റെ ഫീലായിരിക്കും. അതിൻ്റെ മേലോട്ട് വെച്ചാൽ നമ്മൾ സ്പീക്കറിലൊക്കെ പാട്ട് കേൾക്കണവരുണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ഹെൽമെറ്റിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയുണ്ട് ഇതൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഹെൽമെറ്റിൽ സ്പീക്കർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഗൈസ് എന്തോ റൈറ്റ് സൈഡിലെ ചീപ്പ് പാഡ് ഊരിയിട്ട് അവിടെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതായത് ചീപ്പ് പാഡിൻ്റെ സൈഡിലായിട്ട് ബ്ലൂടൂത്തിൻ്റെ മൊഡ്യൂളിൽ നിന്ന് 5 വാട്ട്സിൻ്റെ ഓഡിയോ ബോർഡ്, പിന്നെ സ്പീക്കറിലേക്ക് ലെഫ്റ്റ് സൈഡ് പോയേക്കണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ കവർ അയച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വയറിട്ടിട്ടുക. ഇപ്പോഴത്തെ സൈഡിലുള്ള ഇവിടെയാണ് സ്പീക്കർ വെച്ചേക്കണത്. അതിൻ്റെ ഉള്ളിൽ കൂടെ വയറിട്ട് കാണല്ലേ, ഉള്ളിൽ കൂടെ വയറിട്ട് അപ്പുറത്താണ് സ്പീക്കർ വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ സ്പീക്കർ വെച്ചേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡബിൾ സൈഡ് സ്റ്റിക്കർ എടുത്തിട്ട് നേരെ പ്രസ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇതെല്ലാം വെച്ചത്. അപ്പോൾ ഞാൻ ബാറ്ററി ഇവിടെ പുറത്താണ് കൊടുത്തത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബാറ്ററി ചാർജ് ചെയ്യാനൊക്കെ ആയിട്ടാണ് പെട്ടെന്ന് സിമ്പിളാണ്. ഫീമെയിൽ അഡാപ്റ്ററാണ് കണ്ടേക്കുന്നത്. അപ്പോൾ ബാറ്ററിൻ്റെ അകത്ത് ഫീമെയിൽ ഉണ്ട്. അപ്പോൾ മെയിലിൻ്റെ അഡാപ്റ്റർ മറ്റേ USB മറ്റേ നമ്മൾ മൊബൈലിൽ ചാർജ് ചെയ്യാനൊക്കെ USB വയറില്ലേ, അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഫോണിലേക്കുള്ള കണക്ഷൻ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മെയിൽ അഡാപ്റ്റർ അതിനകത്ത് ഫിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലോട്ട് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ബോർഡും നമ്മളെ ബ്ലൂടൂത്തും ഓഡിയോ ബോർഡും ഓണാവും. നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ചീക്ക് പാഡ് ഇടട്ടെ. അപ്പോൾ നമ്മളിവിടെ ചീപ്പ് പാഡെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് കണക്ഷൻ കൊടുത്തു നോക്കാം. ബാറ്ററിയിൽ നിന്ന് ബോർഡിലേക്കുള്ള ഓണായിട്ടുണ്ട്. നമുക്കൊന്ന് ഒരു പാട്ട് പ്ലേ ചെയ്ത് നോക്കാം. ഓട്ടോമാറ്റിക് സ്പോട്ടിന് കണക്റ്റ് ആയിട്ടുണ്ട്. ഒരു പാട്ട് പ്ലേ ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല ഒച്ചയും ചെവിയിൻ്റെ ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബേസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാനെന്തോ ഇവിടെ പാട്ട് വെച്ചിട്ടുണ്ട്. NCSന്റെ പാട്ടാണ് വെച്ചേക്കണത്. അത്യാവശ്യം നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. ഇളക്കമ്പും കാര്യങ്ങളും ഒന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അതായത് ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ എങ്ങനെ
നമ്മൾക്ക് സ്പീക്കറും കാര്യങ്ങൾ എങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ളതാണ്. നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും ഇന്റർകോമും കാര്യങ്ങളൊക്കെ. അതിനൊക്കെ 2000-2500 രൂപ വിലയുണ്ട്. ഇതാകുമ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ സാധനങ്ങൾ വാങ്ങിച്ച് സെറ്റ് ആക്കണമെങ്കിൽ 350 കൂടിയാണ് 400-450 രൂപേൻ്റെ അടുത്തേ വരുള്ളൂ. അത് നല്ല സ്പീക്കറും കാര്യങ്ങളെല്ലാം കയറ്റാൻ നല്ല 400-450 ഉള്ളിലെ പ്രൈസ് വരത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെ ഹെൽമെറ്റിൽ സ്പീക്കർ എങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ളതിൻ്റെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ആദ്യമായി കാണുന്ന ആൾക്കാർ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൻ അല്ലേ ആദ്യം കൂടി ഒന്ന് ഇടിച്ചോട്ടിക്കുക. ഓക്കെ.